മനാഫിനെ കുറിച്ച് പറഞ്ഞാൽ ഈ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഇവിടെ വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ടാണ് അദ്ദേഹം ഇവിടെ തരണം ചെയ്താണ് ഒടുവിൽ അർജുനെ ആ ലോറി ഒക്കെ കണ്ടെത്താൻ ഇടയിലേക്ക് എത്തിയത്. എന്തായാലും അദ്ദേഹം ആദ്യം മുതൽ തന്നെ പറഞ്ഞത് ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകും എന്ന് തന്നെയാണ്. ഏതായാലും അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. മനാഫ് എങ്ങനെ കാണുന്നു ഇപ്പോൾ? തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ കുറ്റം പറയുന്നത് അതിന്റെ ഒരു പാരമ്യത്തിലെത്തിനു. അതായത് താങ്ങാവുന്നതിലപ്പുറം കുറ്റങ്ങൾ കേൾക്കേണ്ടി വന്നു. പക്ഷെ ഏതൊരു ശക്തി നിരന്തരമായിട്ട് എന്നോട് പറഞ്ഞ് കൊണ്ട് നിന്നതാണ്, മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിന്നതാണ് അർജുന് ക്യാബിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഞാൻ പലവട്ടം പറഞ്ഞതാണ്, അർജുന്റെ വാഹനം ഓവറായിട്ട് തകർന്നിട്ടില്ല. ഞാൻ പലവട്ടം പറഞ്ഞാണ്. അതേമാതിരി ഞാൻ പലവട്ടം പറഞ്ഞതാണ്, ലക്ഷ്മൺ നായക്കിന്റെ കടന്റെ പിന്നിൽ ഇതൊക്കെ കറക്റ്റായിട്ട് നടന്നു. നമ്മള് നിരന്തരം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ തെരച്ചിലുകൾ നിന്ന സമയത്ത് നിരന്തരം പോരാടിയിട്ടാണ് ഇത് വീണ്ടും തെരച്ചിലിനെ എത്തിച്ചത്. അതുപോലെ തന്നെ നിരന്തരം നമ്മള് തെരച്ചിലില്ലാത്ത സമയങ്ങളിൽ ഇവിടെ വാടകയ്ക്ക് വീടെടുത്തിട്ട് ഇവിടെ നിന്നും കൊണ്ട് ഡെയിലി എന്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല പ്രൈവറ്റ് ആയിട്ട് പല ഭാഗങ്ങളിൽ കൂടി തെരച്ചിൽ നടത്തിയിരുന്നു. കടലിൽ തെരഞ്ഞതാണ്. 8 ദിവസത്തോളം കണ്ടിന്യൂസ് ബോട്ട് വാടകയ്ക്ക് എടുത്തിട്ട് നമ്മള് കടല് മൊത്തം അരിച്ചു പെറുക്കിയതാണ്. അതേമാതിരി കടലിന്റെ അതേ സമയത്ത് തന്നെ കരയോ അരിച്ചു പെറുക്കിയതാണ്. മീൻസ് പുഴയിൽ ഈശ്വരമലപ്പനെ എന്താ പറയാ, ആ സമയത്ത് ആ അധികാരവും അറിയാതെ തന്നെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്താ പറഞ്ഞാൽ പ്രയത്നിച്ചിട്ടാണ് എന്താക്കണത്, ഇന്റെ ഒരു സ്വന്തം നിഗമനത്തിൽ എത്തുന്നത്. അതായത് ഈ വണ്ടിക്ക് അധികം പരിക്ക് ഇല്ല എന്നുള്ളത്. പരിക്ക് പറയുന്നത് ചപ്പി പോവുള്ളൂ എന്നാണ് ഞാൻ ആദ്യമേ പറയണത്. അതായത് ചിതറിപ്പോവില്ല, വണ്ടി ചിതറിയിട്ടില്ല. വാഹനത്തിന്റെ ടയറുകളും എല്ലാം അതേമാതിരി തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയണതാണ് അർജുന്റെ കണ്ണിന്റെ വട്ടത്തെ വണ്ടി പാർക്ക് ചെയ്യുള്ളൂ. ഒരു ചായ കുടിക്കാൻ പോണെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ചായപ്പീടിയയിലേക്ക് പോകേണ്ടതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ചായപ്പീടിയ അവൻ സെലക്ട് ചെയ്യില്ല. അവൻ ചായപ്പീടിയയിൽ ഇരുന്ന് കസാലയിൽ ഇരിക്കുമ്പം വണ്ടി അവന്റെ മുന്നിൽ കാണണം. അത് നമ്മളെ എല്ലാ ഡ്രൈവേഴ്സിന്റെയും ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കൊടുത്ത നിർദ്ദേശമാണ്. അതിന് എന്താ പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, വണ്ടി അന്യ നാട്ടിലാണുള്ളത്. ക്യാബിനില് ഇവരെ മൊബൈൽ ഉണ്ടാവും, പേഴ്സ് ഉണ്ടാവും, പൈസ ഉണ്ടാവും. ചില സമയത്ത് റേഞ്ച് ഇല്ലാത്തടത്ത് പോലെ ആണെങ്കിലൊക്കെ പെട്ടുപോകും. അതുകൊണ്ട് എപ്പോഴും അത് സൂക്ഷിക്കാൻ എപ്പോഴും പറയണതാണ്. ആ കാര്യത്തിലൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അർജുൻ സൂക്ഷിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം അവൻ ക്യാബിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പല ആളുകളും പറഞ്ഞിനു ഈ മണ്ണിടിച്ചിലുണ്ടാവണതിന്റെ ആ സമയത്ത് പോലും അർജുനെ ചായക്കടയിൽ കണ്ടു, അങ്ങനെ ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. എനിക്കറിയുന്നു അവൻ ചായക്കടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചായ കുടിക്കുക, വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, അവിടുന്ന് പോവും. ഉറപ്പായിട്ടും അവൻ അവിടെ തിരിഞ്ഞു കളിക്കാനോ ഒന്നിനും നിൽക്കൂല. അതുകൊണ്ട് ചായക്കടലിന്റെ മുന്നിൽ വെച്ച് ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ തന്നെ അതേമാതിരി തന്നെയാണ് വണ്ടിക്ക് ആ സമയത്ത് അപകടം പറ്റിയത്. അവനെ കിട്ടുന്നതും എന്താ പറഞ്ഞാല് ഒരു ഉറങ്ങിക്കൊണ്ട് നിൽക്കണ ആ ഒരു പൊസിഷനിൽ തന്നെയാണ് കിട്ടുന്നത്. മനാഫിന് അർജുൻ അത്രത്തോളം പ്രിയപ്പെട്ടവരാണ്. ഇനി അർജുൻ ഇല്ല. അതായത് ആദ്യ തുടക്കത്തിലൊക്കെ മനാഫ് ഉൾപ്പെടെ പറഞ്ഞത് 5 ദിവസം നമ്മൾ ജീവനോടെ തിരിച്ചു കിട്ടും എന്നൊക്കെ. ഇനി അർജുൻ ഇല്ല, ആ സത്യം ഇത് വന്നിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ സമയത്ത്? അല്ല, തിരിച്ചു കിട്ടില്ല എന്ന് ഏകദേശം ഒരു ടൈമിൽ തന്നെ ബോധ്യപ്പെട്ടു പോയി. തിരിച്ചു കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ വന്നപ്പോഴാണ് എന്താക്കണത്, ഇത് സ്റ്റാർട്ടിങ് ടൈമിന് ഈ 2 ദിവസം സ്വിച്ച് ഓഫ് ആയ മൊബൈല് പിന്നെ ഓണായി എന്നുള്ള ഒരു ന്യൂസ് വന്നപ്പം, അങ്ങനെ ഓണായിട്ടുണ്ടെങ്കിൽ അവനെ ഭൂമിന്റെ ഏത് തട്ടത്തുണ്ടെങ്കിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു വാശിപ്പുറത്താണ് കുറച്ച് വൈകാരികമായിട്ട് ഞാൻ പെരുമാറിയത്. അത് പിന്നീട് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ദിവസങ്ങൾ കഴിയെ പിന്നെ മൊബൈല് ശബ്ദിക്കാതെ ആവുക, അങ്ങനെയൊക്കെയുള്ള എന്താ പറഞ്ഞ. ഇനിയിപ്പോ എന്താ പറഞ്ഞ, ആളുകൾ ഇതിന്റെ പിന്നാലെ കൂടിയിട്ട് മൊബൈൽ ശബ്ദിച്ചിരുന്നോ, മൊബൈൽ ഇതായിരുന്നോ, ഇതൊന്നും ഇനി വിടി. ആളെ കിട്ടി.
അപ്പൊ അതോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു എന്താ പറയാ ആശങ്കകളൊക്കെ വൈമാറി. ആ വീട്ടിലേക്ക് ഓനെ എത്തിക്കുന്നതോട് കൂടിയിട്ട് ആ വീട്ടുകാർക്ക് ഒരു സമാധാനമാണ്. ഇനി നമുക്ക് ധൈര്യസമേതം അതിന്റെ ഇൻഷുറൻസിന്റെ കാര്യത്തിലേക്ക് കടക്കാം. ഇതിന്റെ തേർഡ് പാർട്ടി ഒരു ഡ്രൈവർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഇൻഷുറൻസ് ആണ്. ഈ വാഹനം ഓടിച്ച ഡ്രൈവർക്ക് കിട്ടേണ്ട അത് വലിയ മോശമില്ലാത്ത ഒരു എമൗണ്ട് ഓന് കിട്ടണം. അത് ഓൻ അർഹിക്കുന്നതാണ്. ആ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഇനി മുന്നോട്ട് പോവുക, മറ്റു കാര്യങ്ങൾ ഇനി ഓനെ നല്ലപോലെ എന്താ പറയുക ഇത്രയും കേരളം മൊത്തം സ്നേഹിച്ച് ഇതാണ്. ഇനി ഓനെ നമുക്ക് കേരളത്തിൽ കൊണ്ടുപോയി ഒരു വരവേൽക്കായത് നല്ലൊരു അന്ത്യയാത്ര. തുടക്കത്തിലും മനാഫ് ലോറിക്ക് വേണ്ടിയാണ് മനാഫ് അർജുനല്ല എന്നൊരു പ്രചരണമായിരുന്നു. അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴും മനാഫ് ലോറിക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്, അർജുന്റെ ഇൻഷുറൻസ്. അതുപോലെ തന്നെ അതിന് എങ്ങനെയാണ് ഇപ്പോൾ ഈ നാട് എങ്ങനെയാണ്? നമ്മളിവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഗാന്ധിജി ഉള്ള കാലത്ത് പോലും ഗാന്ധിജിക്ക് എതിരെ പോലും ആൾക്കാരുണ്ട്. അങ്ങനെ ഏതൊരാള് വന്നാലും ഓൽക്കെതിരെ ഉണ്ട്. ഒന്നും എന്താ പറയാ ഒരാളെ പോലും വിമർശിക്കാതെ വിട്ടിട്ടില്ല നാട്ടില്. നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് അതിൻ്റെതായ കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ എന്താ പറയാ പ്രയാസങ്ങള് എന്തായാലും ഇത്തരത്തിലുള്ള ചെറിയൊരു ശതമാനം ആളുകൾ ഉണ്ട്. അപ്പം പറയാനുള്ളത് ഇങ്ങനെ ആളുകളോടാണ്. തീർച്ചയായിട്ടും എന്താ പറഞ്ഞ ഒരു ദുരന്ത സമയത്ത് സങ്കട സമയത്ത് ഒരിക്കലും ഇത്തരത്തിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ മരണപ്പെട്ട വാപ്പനെ അടക്കം കുറ്റം പറയാ, അല്ലെങ്കിൽ അധ്യാപകരെ കുറ്റം പറയാ, മതത്തിനെ കുറ്റം പറയാ, ഒരിക്കലും നമ്മളെന്താണ് ഏതാ നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നുള്ള ആ ബോധം ഉണ്ടാവുക. നമ്മളെ രാജ്യങ്ങളുടെ മറ്റു രാജ്യങ്ങളൊക്കെ ഒരുപാട് പുരോഗമിച്ചു പോയി. പല ആളുകൾക്ക് പോലും ഭാര്യ ഭർത്താക്കന്മാർക്ക് പോലും സ്വന്തം ജാതി ഏതാന്ന് അറിയാത്ത ഭാര്യ ഭർത്താക്കന്മാരാവുന്ന രാജ്യങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ എന്താക്കുന്നത് ഇപ്പോഴും ഈ നൂലാമാലയിൽ കുടുങ്ങി കിടക്കുന്നത്. ദയവ് ചെയ്തിട്ട് നമ്മള് അതിലേക്കൊന്നും, ഞാൻ സത്യം പറയാലോ നിങ്ങൾക്കറിയോ, ഞാൻ ഈ വിഷയത്തിൽ നമ്മളെ കൂടെ നിന്ന ആളാണല്ലോ രഞ്ജിത്ത് ഇസ്രായേൽ. ഞാൻ രഞ്ജിത്ത് എന്ന് കേൾക്കുമ്പോ ഞാൻ ആ മതം ചോദിച്ചില്ല. ഒരു ഘട്ടം വന്ന് ആളെ ഒരുപാട് ക്രൂശിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ രഞ്ജിത്ത് ഭായി നിങ്ങളെ ഏത് മതക്കാരനാണ്. ഞമ്മക്ക് അതൊന്നും തലയിൽ ഓടുന്നില്ല. ഇതൊക്കെ നമ്മൾ ഒരുപാട് മാറേണ്ടിയുണ്ട്. പക്ഷെ ആ കാര്യത്തിൽ നോക്കി നമ്മൾ കർണാടകനെ പല കാര്യത്തിനും കുറ്റം പറയണ്ടല്ലോ. ഞാൻ ഏറ്റവും കൂടുതൽ ചാനലിൽ സംസാരിച്ചത് മലയാളം ചാനലിനെക്കാളും കൂടുതൽ കന്നഡ ചാനലിലാണ്. ഈ കന്നഡ ചാനലിന്റെ ഒരു കമാൻഡിലും നിങ്ങൾക്ക് ഈ ഇത്തരത്തിൽ എന്താവൂല, അങ്ങനത്തെ അവഹേളനങ്ങൾ കുറവാ. അവിടെ എന്താ പറഞ്ഞാൽ ആ കാര്യത്തിൽ ഇവിടെ ഉള്ള ആളുകളാണ് ഡീസന്റ്. നമ്മൾ കുറച്ചും കൂടി. അതുപോലെ അമ്മക്ക് മനാഫ് ഒരു വാക്ക് നൽകിയിരുന്നു അർജുന്റെ. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഒരു വിരലെങ്കിലും എത്തിക്കുമെന്ന്. എന്തായാലും ഇപ്പോൾ അത് സാധിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു വീട്ടുകാരുടെ മുന്നിലേക്ക് അതിനുശേഷം ഞാൻ ആദ്യ ദിവസം ഇവരെ വീട്ടിൽ നിന്നും അഞ്ജുനെയും പിന്നെ നമ്മളെ കൃഷ്ണപ്രിയനെയും കൂട്ടിയിട്ടാണ് ഞാൻ എന്താ പറഞ്ഞാല് MP ഓഫീസിലേക്ക് ചെല്ലുന്നത്. MP ഓഫീസിലെത്തുമ്പോൾ MP ഇല്ലേനു ആ സമയത്ത്, വേറെ എന്തോ ഒരു പരിപാടിക്ക് ബിസി ആയിരുന്നു. നമ്മളെ ആശങ്ക എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണപ്രിയന്റെ മൊബൈല് റിങ് ചെയ്ത്, അർജുന്റെ മൊബൈല് കൃഷ്ണപ്രിയ ഫോൺ ചെയ്തപ്പോ റിങ് ചെയ്തെന്നുള്ളതാണ് നമുക്ക് ആ ടൈമിനുണ്ടായിന് ഒരു ഇത്. അപ്പൊ MP ഓഫീസിലെ സ്റ്റാഫുകള് ആ സമയം തന്നെ എന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് MP ആയിട്ട് സംസാരിച്ച് MP രാവിലെ തന്നെ കോഴിക്കോടുകാരനാണ് അപകടത്തിൽപ്പെട്ടതെന്നുള്ളത് വേറെ എവിടുന്നോ ന്യൂസ് കിട്ടി, ഒന്ന് അന്വേഷിച്ചു എന്നുള്ളത് പറഞ്ഞ്. പിന്നെ അപ്പൊ നമ്മളിങ്ങനെ ഒരു എന്താ നിങ്ങളെ ആവശ്യം, പെട്ടെന്നുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു മീഡിയാസിന് കിട്ടേണ്ടിയിരുന്നു, കാരണം നമുക്ക് ഇത് മീഡിയാസിലൂടെ ഒന്ന് അറിയിക്കേണ്ടിയിരുന്നു തന്നെ. അപ്പം തന്നെ മീഡിയാസിനെ MP ഓഫീസിൽ നിന്ന് വിളിച്ചെന്ന് അതില് വന്ന ചാനലുകാരോട് നമ്മളെ കാര്യങ്ങൾ അവതരിപ്പിച്ച് അതിനുശേഷം ഞാൻ ഇവരെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് അച്ഛന് എന്നോട് പറഞ്ഞു. അച്ഛൻ എന്തോ ഒരു ഉള്ളിൽ ഒരു തോന്നൽ വന്നു അതിന്. അച്ഛന് ആദ്യം ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞത്, മോനെ ബോഡിയെങ്കിലും എനിക്ക് കൊണ്ടുപോയി തരണേന്ന്. അത് ആലോചിക്കണം. അത് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് പറയണത്. ഞാൻ പറഞ്ഞ അച്ഛാ ബോഡിയോ ഫുള്ള് ആളെ ജീവനോടെ തന്നെ കൊണ്ടുവരും, അതിന് നമ്മളെ കോൺഫിഡന്റ് ആണ്. ഞാൻ പറഞ്ഞ ജീവനോടെ കൊണ്ടുവരും, അച്ഛൻ ബേജാറാവാതൊക്കെ ഞാൻ പോയിട്ട് അത് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങണത്. അവിടുന്ന് തിരിച്ച്
അതിന്റെ അതിന്റെ പണിയായി പിന്നെ ഈ ദിവസം വരെ എടുത്തത്. അവന്റെ അമ്മന്റെ ഒരു ഊർജം എനിക്ക് ഒരുപാട് സഹായം ചെയ്തു. അല്ലെങ്കിൽ ഞാൻ തകർന്നു പോയിനു. ഡെയിലി നമ്മളൊരു തളർന്നെന്ന് കാണുമ്പോൾ എൻ്റെ അമ്മ രാവിലെ എണീച്ച് ആകെ തളർന്നിരിക്കുമ്പോൾ മൊബൈലിൽ ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവും അമ്മന്റെ ഒരു വോയിസ്. അത് അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതും അമ്മനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതും അർജുനായിരിക്കും എന്ന് തോന്നിപ്പോവാണ്. പല ഘട്ടങ്ങളിലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ ഇതില് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ചെയ്യാവുന്ന ഒരു സാധാരണക്കാരനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ അപ്പുറം ഞാൻ ചെയ്തിക്കണ്. അത് ഇനി എത്തിപ്പെടാവുന്നത് പല ഘട്ടങ്ങളിലും എൻ്റെ കൂടെ ഉള്ള എൻ്റെ സഹോദരങ്ങളോട് വരെ ഞാൻ കയർത്ത് സംസാരിച്ചിക്കണ്. ഒരു ഭ്രാന്തനെ പോലെ ആയിപ്പോയിന് ഞാൻ. ബൈജോട്ടനോട് പോലും ഞാൻ ചില സമയത്ത്, കാരണം ഇനി നമുക്ക് എല്ലാ ഉപദേശവും തന്ന് കൂടെ നിൽക്കണ ചിലതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതാവുമ്പോൾ ഞാൻ എന്റെ ജ്യേഷ്ഠന്റെ പോലെ കാണുന്ന ആളാണ്. മൂപ്പരോട് പോലും ഞാൻ കയർത്ത് സംസാരിച്ചിക്കണ്, ഞാൻ പൊട്ടി തെറിച്ചിക്കണ് പല ആളുകളോടും. അതിപ്പോ കർണാടക മുഖ്യമന്ത്രിനോട് പോലും കാണേ ഞാൻ ഈ വിഷയത്തിൽ ആലോചിച്ച് നോക്കണം. ഒരു സാധാരണക്കാരനായ ഞാൻ അമർഷം സഹിക്കാൻ കഴിയായിട്ട് മുഖ്യമന്ത്രി വന്ന് എന്റെ എത്ര ദൂരത്ത് നിൽക്കുമ്പോ ഞാൻ മണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞില്ലേ, അർജുനെ 1.5 മണിക്കൂർ കാത്തുക്ക്, എല്ലാ പണിയും നിർത്തി വെച്ചിക്കാണ്, മുഖ്യമന്ത്രി വന്നിക്കണ് ഇവിടെ, മുഖ്യമന്ത്രി പോയിട്ടേ ഞാൻ തരികയുള്ളൂന്ന്. അത്ര അമർഷം ഞാൻ പ്രകടിപ്പിച്ചിക്കണ്. അതിന് ഞാൻ തന്നെ ചില സമയത്ത് ഈ SP ഒക്കെ തല്ലുമ്പോഴും ബാക്കിയുള്ള SP DSP എല്ലാവരുടെ അടുത്തും ഞാൻ അടി വാങ്ങാത്ത ആളില്ല, പരത്തി വാങ്ങിക്കുന്ന അടി. ഈ വാങ്ങിയ അടിക്കൊന്നും എനിക്ക് ഒരു പ്രശ്നം തോന്നില്ല, എനിക്ക് മേല് വേനാവില്ല. ഇതൊക്കെ പിന്നിൽ ഏതോ ഒരു ശക്തി ഉണ്ടായതുകൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ സാധാരണ ഒരാൾക്ക് ഇതൊന്നും എന്തായാലും ആ കപ്പാസിറ്റിയിലേക്ക് വരൂല. ഞാൻ ചെയ്യേണ്ട കടമേനും എനിക്ക് വലിയൊരു പ്രശസ്തിയോ അല്ലെങ്കിൽ വലിയൊരു ഇതോ ഞാൻ അർഹിക്കുന്നില്ല. ഞാൻ ചെയ്യേണ്ട എന്റെ ഡ്യൂട്ടിയാണിത്. ആ ഡ്യൂട്ടി ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ചെയ്ത്, അല്ലെങ്കിൽ എനിക്കൊരു നാണക്കേട് മാതിരി ആയി പോവേനു. പിന്നെ അതേമാതിരി തന്നെ ജീവിതകാലം മുഴുവൻ ഒരു കള്ളനെ പോലെ എന്താ പറയാ, ഞാൻ എന്തൊക്കെയാണ് ആയത്. ദാവൂദ് ഇബ്രാഹിമിനെക്കാട്ടും ടോപ്പായി പോയില്ലേ. കള്ളന്, കൊലപാതക, സ്മഗ്ലറ്, നക്സല് എല്ലാം ഞാനേനു. എന്താ ഇനി ആവാൻ ബാക്കിയുള്ളത്? എല്ലാം ആയിപ്പോയി. എന്താ പറഞ്ഞ ഞാൻ ഇന്നലെ എങ്ങാനും ആ ഡഡ്ജറിൽ ഓനെ കിട്ടിയില്ലെങ്കിൽ ഇന്നലെ ഡഡ്ജർ പോവുകയാണ് പറഞ്ഞു. എങ്ങാനും പോയിണ്ടെങ്കിൽ ഞാൻ ആജീവനാന്ത കാലം ഈ കുറ്റങ്ങളും ജനങ്ങൾ എന്താ പറയാ, കുറച്ച് ജനങ്ങൾ ചാർത്തി തന്ന ഈ പട്ടങ്ങളുണ്ടല്ലോ, ഒരു ഡോണുമാതിരി എന്താ ലോ ക്ലാസ് സ്മഗ്ലർ പോലെ ആയിപ്പോകുന്ന ജീവിതാവൂലായിരുന്നു. ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫാമിലിയും കൂടി ആത്മഹത്യ ചെയ്യണ വക്കിലേക്ക് എത്തിച്ച് പോവുകയും അതിന് ദൈവം കച്ചിലാക്കി. അത്ര തന്നെ. ഇനിയിപ്പോ ഇന്നത്തെ ഈ മൃതദേഹം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം മനാഫിന് ലഭിച്ചിട്ടുണ്ടോ? ഏത് രീതിയിലാണ് സംസ്കാര ചടങ്ങുകളൊക്കെ, അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? എന്തായാലും ഈ ബോഡി ഞാൻ നേരിൽ കാണാൻ ഒരു അവസരം ഉണ്ടായി. ഇവന്റെ ശരീരം ഞാൻ കണ്ട പാടന്നെ DYSPനോട് ഞാൻ പറഞ്ഞു, സാറേ ഇനി ഇവിടെ ഒരുപാട് കാലം ഇവിടെ നിന്ന് അർജുന്, ഇനി എത്രയും പെട്ടെന്ന് അർജുനെ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകണം. പുള്ളിക്കാരനും എല്ലാവരും പറയണത് ഇത് ഇവിടുത്തെ നിയമം എന്തായാലും ഈ പ്രൊസീജിയർ കഴിയാതെ വിടാൻ ചാൻസ് ഇല്ല. 2 ദിവസം കൊണ്ട് DNA ടെസ്റ്റിന്റെ റിസൾട്ട് വരാൻ കാത്തു നിന്നേ മതിയാവും. നമുക്ക് ആ സമയം വരെ വേറെ പല പരിപാടികളും ഉണ്ട്. നമുക്ക് ജഗന്നാഥന്റെ ഫാമിലിനെ എടുക്കണം, അതായത് ജഗന്നാഥനെ എടുക്കണം, ജഗന്നാഥന്റെ ഫാമിലിന്റെ അടുത്തേക്ക് ജഗന്നാഥ് എത്തിച്ചു കൊടുക്കണം. ഈശ്വർ മൽപ്പനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, ലോകേഷ്, ഇവരൊക്കെ. നമുക്ക് പണികൾ ഇനിയുണ്ട്. ഏതായാലും ഇറങ്ങിയില്ലേ, എല്ലാം കൂടി ഒന്ന് നമുക്ക് ഏറ്റെടുത്താളാ. ആരും ഏറ്റെടുക്കാൻ ഇവിടെ ഇല്ലാത്തതിനോണ്ടാ, അല്ലെങ്കിൽ ഈ പണിക്കൊന്നും നമ്മള് നിക്കൂല. പക്ഷെ ആരും ഇല്ല. അപ്പൊ തൽക്കാലം നമുക്ക് അർജുനോടൊപ്പം തന്നെയല്ലേ ഇനി കേരളത്തിലേക്ക് മടങ്ങുക? അത് മാത്രമല്ല, അർഹിക്കുന്ന ഒരു യാത്രയപ്പ് അവസാനമായി അർജുനെ നൽകാൻ തന്നെയല്ലേ തീരുമാനം? ഞാൻ അർജുന്റെ കൂടെ മടങ്ങുക എന്നുള്ളത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അർജുനെ കിട്ടിക്കഴിഞ്ഞ് ഞാൻ ചെയ്യേണ്ട ജോലി എന്റെ കഴിഞ്ഞിക്കണ്.
ഇനി ഞാൻ അർജുന്റെ വീട്ടില് അമ്മേന്റെയും അച്ഛന്റെയും അർജുന്റെ മോന്റെ അടുത്തും ഭാര്യന്റെ അടുത്തും പെങ്ങന്മാരുടെ അടുത്തും അനിയന്റെ അടുത്തും ഓലെ ഏൽപ്പിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ എന്റെ ഡ്യൂട്ടി. പിന്നെ കഴിഞ്ഞു. അത് ആ പ്രൊസീജിയറിൽ ഞാൻ അർജുനെ കാണരുതെന്ന് വിചാരിച്ചതാ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാനത് വിചാരിക്കാതെ തന്നെ ഡിവൈഎസ്പി ആയിട്ട് ഒരു ബന്ധം, നമ്മൾ അടി കൂടിയ ബന്ധം ഉണ്ടായതുകൊണ്ട് ഭയങ്കര സ്നേഹത്തില് പുള്ളിക്കാരൻ വിളിച്ചപ്പോ ഞാൻ പോകേണ്ടി വന്നു. ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ അർജുനുള്ളത്? ശരീരഭാഗങ്ങൾ മുഴുവൻ കിട്ടിയ 80% മാത്രമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതെ, അതങ്ങനെ അതിന് നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ തിടുക്കപ്പെട്ടതും എന്റെ വൈകാരികമായ പ്രവൃത്തിയും എന്റെ ഉള്ളില് അർജുന് എവിടെ ഉണ്ടെങ്കിലും നശിച്ചു പോവാതെ കിട്ടണം എന്നായിരുന്നു. അപ്പൊ ഞാൻ പല നേതാക്കന്മാർക്കും അവർക്കൊക്കെ അറിയാം. ആ നേതാക്കന്മാരോടൊക്കെ പറഞ്ഞാണ് അർജന്റാണ്, മറ്റു വിഷയത്തിന്റെ മാതിരി ഞങ്ങൾ ഇത് സ്ലോ ആക്കരുത്. കാരണം തന്നെ ഒരാളെ ശരീരം നശിച്ചും കൊണ്ടിരിക്കുകയാണ്. അത് പരമാവധി നശിക്കുന്നതിന് മുമ്പേ നമുക്ക് ഓന്റെ വീട്ടിലെത്തിക്കണം. അതന്നെ ഇപ്പൊ സംഭവിച്ച്. എത്ര ആള് പറഞ്ഞ് എല്ല് പോലും കിട്ടൂല എന്ന് പറഞ്ഞില്ലേ. ആ ആളുകൾക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതിനോണ്ടല്ലേ കാണിച്ചു കൊടുക്കേന്. അത്രത്തോളം ശരീരാവശങ്ങൾ ഇതായതല്ലേ? അല്ല, അതെ, അത് അധികം ആയിട്ടില്ല. അധികം കേടുകളൊന്നുമില്ല. ഒരു ചെറിയ പരിധിയിലുള്ള ഡാമേജുകളേ ഉള്ളൂ. അതൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. എന്തായാലും അത്തരത്തിലാണ്. ഏതായാലും മനാഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച ഒരു മനുഷ്യനാണ്. ഈ കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ വലിയ വിമർശനങ്ങളും ഇത്തരത്തിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്ന ഒരു മനുഷ്യനാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ വൈകാരികമാണ്. കഴിഞ്ഞ ദിവസം തന്നെ അത് കണ്ടതാണ്. എന്തായാലും മനാഫ് ഇതാണ് ഒരു കൃത്യമായി ഈ മൃതദേഹം എപ്പോൾ കൊണ്ടുവരാൻ കഴിയുന്ന കാര്യത്തിൽ ഒരു 10 മണിയോടുകൂടി തന്നെ നമുക്ക് 10-11 മണിയോടുകൂടി തന്നെ നമുക്കൊരു സ്ഥിരീകരണം ഉണ്ടാകും. എന്നാലും DNA പരിശോധന ഫലം അത് ലഭിച്ചതിന് ശേഷം മാത്രമേ മൃതദേഹം വിട്ടു നൽകൂ എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം ഉള്ളത്.